Good morning, students. We are going to start our topics regarding numerical skills, and I already told you that we have. I'm going to taking you the last two modules of this paper. So in this class we have some introductory part. Since you are not studying maths after your 10th standard, we need some bridge course or we need some introductory part. So today I am going to take some introductory part regarding the addition and multiplication, subtraction, division, rules of positive and negative integers. So let's go on to the topic. So we need to first we need to realize that we have integers, fractions and real numbers, etc. Okay, integers എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? Integers, just ഒരു എക്സാമ്പിൾ ആയിട്ട് I will write here. Integer എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും integer എന്ന് പറഞ്ഞാൽ പോയിന്റ് ഒന്നും ഇല്ലാതെ നമ്മൾ എഴുതുന്ന 2, 3, 1, 4, etc. ഇതൊക്കെയാണ് നമ്മൾ integer എന്ന വേർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇനി ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ p by q എന്നുള്ള ഫോമിൽ എഴുതും. Those numbers that can be written in the form p by q. That is this is 2 by 1. It is 2. ഇപ്പൊ 2 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം. നമ്മൾ 3 by 4, 4 by 3 ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ അറിഞ്ഞാൽ മതി. ബാക്കി നമുക്ക് വഴിയെ പറയാം. അപ്പം now we are going to see the rules of addition. What is a positive integer? ഒരു പോസിറ്റീവ് ഇന്റീജർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പോസിറ്റീവ് ഇന്റീജർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വേറെ സിമ്പിൾസ് ഒന്നും കൊടുക്കൂല. നമ്മുടെ 2, 3, 4 ഇതൊക്കെ പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു മൈനസും കൂടെ ഉണ്ടായിരിക്കും. -2, -3, -4 ഇതൊക്കെ നെഗറ്റീവ് ഇന്റീജേഴ്സ് ആയിരിക്കും. അതുപോലെ -4/3 ഇതൊരു നെഗറ്റീവ് ഫ്രാക്ഷൻ ആണ്. അതുപോലെ -1/2 ഇതൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ്. അത് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. സോ ഹിയർ വി ഹാവ് പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. ദ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? First condition, for addition of two positive integers, for the addition of two positive integers, just add them and give positive sign. This is the first condition. Addition. To add two positive integers add ചെയ്യാൻ പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്നത് പോലെ രണ്ടെണ്ണം ആഡ് ചെയ്യുക, പോസിറ്റീവ് സൈൻ ആയിരിക്കും അതിനുണ്ടാവുക. For the addition of two negative integers, രണ്ട് നെഗറ്റീവ് ഇന്റീജേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ so we again add them and give negative sign. For the addition of one positive and one negative integer, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? Subtract them and give the sign of the largest integer. ഇതാണ് അഡീഷന്റെ റൂൾസ്. അപ്പം നിങ്ങൾ പോസിറ്റീവ് ഇന്റീജർ, നെഗറ്റീവ് മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ they used the word പോസിറ്റീവ് അതിസംഖ്യ, ന്യൂനസംഖ്യ ഇങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അതിസംഖ്യ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇന്റീജർ, ന്യൂനസംഖ്യ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇന്റീജേഴ്സ്. ഇതാണ് നമ്മൾ ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ടു, നമ്മളിപ്പോൾ 3 ഇതാണ് പറഞ്ഞത്. നമുക്ക് 2-3 എക്സാമ്പിളും കൂടെ ഇതിന് നോക്കാം. സോ ഹിയർ I'm going to write some example. First we need to add addition of two positive integer. So addition of two positive integers. Okay, addition of two positive integers. In addition of two positive integers, so suppose 2 is a positive integer, 3 is a positive. Addition ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും കൂടെ ജസ്റ്റ് ആഡ്. 3 + 2 5 ആണ്. ആൻഡ് ഗീവ് പോസിറ്റീവ് സൈൻ. പോസിറ്റീവ് നമ്മൾ ഇങ്ങനെ പ്ലസ് എന്ന് നേരെ എഴുതണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ മീൻ ചെയ്യുന്ന എന്താണ്? അതിന്റെ കൂടെ പോസിറ്റീവ്, ഇത് പ്ലസ് ആണ് സിമ്പിൾ എന്നാണ് നമ്മൾ എഴുതിയില്ലെങ്കിലും മീൻ ചെയ്യുന്നത്. 2 + 3 5,
5 plus 2 7. ഇനി സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്നല്ലേ 14 പ്ലസ് 20 ആഡ് ചെയ്യുന്നത് എങ്ങനെയാ 14 പ്ലസ് 20 അത് തീരെ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആരും ഞങ്ങൾക്ക് ഇത്രയും അറിയത്തില്ലേന്ന് വിചാരിക്കരുത്. അറിയത്തില്ലാത്ത കുട്ടികളും ഉണ്ട് നമ്മൾ ബികോമിൽ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഓർക്കാഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ടാണ് നോക്കാൻ പറയുന്നത്. എങ്ങനെ ആഡ് ചെയ്യുക, ഇത് യൂണിറ്റ് സൈഡിലുള്ള തമ്മിൽ ആഡ് ചെയ്യുക. 0 പ്ലസ് 4 4 1 പ്ലസ് 2 3. ആൻസർ ഈസ് 34. ആൻസർ ഈസ് 34. അപ്പം രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടി ആഡ് ചെയ്യുക, പോസിറ്റീവ് തന്നെയായിരിക്കും ആൻസർ കിട്ടുക. നൗ അഡീഷൻ ഓഫ് രണ്ട് പോസിറ്റീവ് ആദ്യം പറഞ്ഞല്ലോ, 2 നെഗറ്റീവ് നമ്പേഴ്സ്. ഇനി ഞാൻ നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇഫ് ഐ ആം ടേക്കിംഗ് the negative number as minus 5, this is a negative number, addition minus 3. അതായത് നെഗറ്റീവ് നമ്പർ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു മൈനസ് ഇട്ട് എഴുതിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് തെറ്റാതെ ചെയ്യാൻ എളുപ്പത്തിൽ വരിക കേട്ടോ. അപ്പൊ -5 പ്ലസ് -3 എന്താ ഇപ്പൊ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, we need to add two negative numbers. Two negative numbers ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് ചെയ്യാം. അവന്റെ സിമ്പിൾ നിങ്ങൾ നോക്കണ്ട, ആഡ്. അപ്പൊ സിമ്പിൾ നോക്കാതെ ഇതെങ്ങനെയാ 5 പ്ലസ് 3 ആയിരിക്കും അല്ലെ. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, നെഗറ്റീവ് സിമ്പിൾ കൊടുക്കുക. അപ്പൊ 5 പ്ലസ് 3 എത്രയാണ്, 8 ആണ്. അപ്പം 8 കൊടുത്തു, എന്ത് കൊടുത്തു, നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കണം. ഈ നെഗറ്റീവ് സൈൻ കൊടുക്കാൻ മറന്നു പോകരുത്. 8 ആൻഡ് -8 ആ ഡിഫറെന്റ് നമ്പർ, രണ്ട് നമ്പേഴ്സ് ആണ്. അപ്പം നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പം ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യമേ ഇത് പറഞ്ഞത്. ഇനി അടുത്തത് -2 പ്ലസ് -1 ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ബ്രാക്കറ്റ് ഒന്നും ഇടാതെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, -2 പ്ലസ് -1 ഈക്വൽ ടു 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. മൈനസ് സിമ്പൽ കൊടുത്തു. അതാണ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്യുക. അടുത്തത് മൈനസ് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ എന്ന് ചെയ്യാം. -14 പ്ലസ് -20 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, നെഗറ്റീവ് സിമ്പൽ കൊടുക്കുക. -34 ആഡ് ചെയ്യുമ്പോൾ 34 ആണ് കിട്ടുന്നത്, സിമ്പൽ നെഗറ്റീവ്. അപ്പൊ -34. ദിസ് ഈസ് ദ അഡീഷൻ ഓഫ് ടു നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു, ഇപ്പൊ നമ്മൾ പഠിച്ചത് രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, അഡീഷൻ ഓഫ് ടു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, അഡീഷൻ ഓഫ് ടു നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡീഷൻ ഓഫ്, നൗ അഡീഷൻ ഓഫ് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സിന്റെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ എന്താ ചെയ്യേണ്ടത്, ഒരു പോസിറ്റീവ്, ഞാൻ എക്സാമ്പിൾ ആദ്യം ചെയ്യാം. സോ ടേക്ക് വൺ പോസിറ്റീവ് നമ്പർ പ്ലസ് -3. അപ്പൊ മൈനസ് ഉള്ളത് എപ്പോഴും നിങ്ങൾ മൈനസ് ബ്രാക്കറ്റിലാണ്, ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. സോ യു ഷുഡ് പുട്ട് ഇറ്റ് ഇൻ ബ്രാക്കറ്റ് for the simplicity to solve the problem. So if we have one positive number and a negative number, we need to add them. ആഡ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അവയുടെ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. എങ്ങനെയാണ്, സോ ഫസ്റ്റ് യു ടേക്ക് ദ ഡിഫറൻസ് മീൻസ് ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 3ഉം 2ഉം ആണ്. അപ്പൊ ഇവിടെ വലിയ ചിഹ്നം ഏതാ, വലുത് ഏതാണ്, 3 ആണ്. അപ്പൊ 3യിൽ നിന്ന് 2 കുറയ്ക്കുക. നിങ്ങൾ വലുതിൽ നിന്നല്ല നമ്മൾ എപ്പോഴും ചെറുത് കുറയ്ക്കാറ്, 3യിൽ നിന്നും 2 കുറയ്ക്കുക. 3യിൽ നിന്ന് 2 കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക, 1 ആണ് കിട്ടുക. ഓക്കെ, 1. ഇനി എന്താണിത്, ഇതിനകത്ത് വ്യത്യാസം കണ്ടു, എന്നിട്ട് വലിയ നമ്പർ ഏതാണോ അതിന്റെ ചിഹ്നം കൊടുക്കുക. ഇവിടെ വലുത് 3 അല്ലേ, 3യുടെ സിമ്പൽ മൈനസ് ആണ്. സോ വി പുട്ട് മൈനസ്. ദ ആൻസർ ഈസ് -1. സോ നൗ ഒരു പ്രോബ്ലം വേറെ ചെയ്യാം നമുക്ക്. 3 പ്ലസ് -5 3 പ്ലസ് -5 ഈക്വൽസ്, ചെരിഞ്ഞു പോകുന്നുണ്ട് അല്ലേ, 3 പ്ലസ് -5
ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, ഇതിന്റെ ഡിഫറൻസ് കാണുക. 5 and 3 ആണ് ഇവിടുത്തെ നമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇതിന്റെ ഡിഫറൻസ് കാണുക എന്ന് പറയുമ്പോൾ എന്താണ്, 5ൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, 2 കിട്ടും. വലുത് ഏതാണ്, ഇവിടെ മൈനസ് ആണ്, 5 ആണ് വലിയ നമ്പർ. സോ വലുതിന്റെ ചിഹ്നം ഇവിടെ മൈനസ് ആണ്. സോ യു പുട്ട് -2. ഹിയർ ആൻസർ ഈസ് -2. Some come to another example. So I put a -7 plus 8. Here you have to add one positive integer and one negative integer. Okay, now negative number. Add ചെയ്യാൻ പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് സബ്ട്രാക്ട് ചെയ്യുക. 8 ഉം 7 ഉം ആണ്. അപ്പോൾ 8ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ you will get the answer is 1 and put the symbol of the largest number. ഇവിടെ largest number ഏതാണ്, 7 ഉം 8 ഉം ആണ്. അപ്പം ഇവിടെ 8 ആണ് വലിയ നമ്പർ. വലുതിന്റെ ചിഹ്നം ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, വലുതിന്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. അതിനർത്ഥം ഇവിടെ പോസിറ്റീവ് ആണെന്നാണ് മീനിങ്, വലുത് പോസിറ്റീവ് ആണെന്നാണ് മീനിങ്. സോ ഹിയർ 1ന് നമ്മൾ എന്താ ചിഹ്നം കൊടുക്കുക, +1. +1 നമ്മൾ സാധാരണ എഴുതാറില്ല, 1 എന്ന് തന്നെ എഴുതാറുള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ 1 എന്ന് തന്നെ എഴുതാറുള്ളൂ. സോ നെക്സ്റ്റ് എക്സാമ്പിൾ, 14 -14 +7. എന്താ ചെയ്യുക, ഡിഫറൻസ് കാണുക. ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും ആണ് നിങ്ങൾക്ക് ഇവിടെ, അല്ലെ. ദിസ് ഈസ് -14 +7. ഡിഫറൻസ് കാണുമ്പോൾ എന്ത് നമുക്ക് കിട്ടും, 14 - 7 ചെയ്യുക, യു വിൽ ഗെറ്റ് 7, അല്ലെ. 14 7 സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് 7 കിട്ടും. സോ ദ ആൻസർ ഈസ് 7. ഇനി എന്താ ചെയ്യേണ്ടത്, വലിയ ഇന്റീജർ ഏതാണ്, 14 ആണ് largest integer. So put the sign of the largest integer. Largest integer ആയിട്ടുള്ള 14ന്റെ സൈൻ മൈനസ് ആണ്. So here answer is -7. Answer is -7. ഇതാണ് നമ്മുടെ അഡീഷന്റെ കണ്ടീഷൻസ്. സോ ഞാൻ ഇതിന്റെ നിങ്ങൾക്ക് ലാസ്റ്റ് 2-3 പ്രോബ്ലംസ് ഞങ്ങൾക്ക് തരാം. ആ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് ഹോംവർക്കുകളായിട്ട് നിങ്ങൾ അയക്കണം. ഓക്കെ, സോ നോ കം ടു ദ നെക്സ്റ്റ് റൂൾ. അതായത് ഇനി സബ്ട്രാക്ഷന്റെ അഡീഷന് 3 റൂളേ ഉള്ളൂ. നമുക്ക് അഡീഷൻ ചെയ്യേണ്ടി വരുന്ന ഏതാണ്, വി നീഡ് ടു ആഡ് 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, 2 നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആൻഡ് ഓൾസോ വി നീഡ് ടു ആഡ് 1 പോസിറ്റീവ് ആൻഡ് 1 നെഗറ്റീവ് ഇൻറ്റീജർ. ഈ 3 കേസുകളെ നമുക്ക് വരുള്ളൂ. അപ്പൊ ഈ 3 കേസിലും എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. നൗ വി നീഡ് ടു ഫൈൻഡ് ദ റൂൾസ് ഓഫ് സബ്ട്രാക്ഷൻ. ഈ സബ്ട്രാക്ഷന്റെ റൂൾസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫോർ സബ്ട്രാക്ഷൻ, for the subtraction of a 2 positive number, subtract it and put plus sign if it is if the first term is greater than the second term, and if the first term is small, give negative sign. നമ്മൾ എന്താ ചെയ്യുക, സബ്ട്രാക്ഷൻ നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ഇവിടെ I will try to write here. Okay, സബ്ട്രാക്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക, 2 നമ്പർ, സപ്പോസ് 3 - 2 സബ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ കുറച്ചിട്ട് എഴുതുക. 3 - 2 1 ആണ്. ഇപ്പൊ കുറയ്ക്കേണ്ടത് ഏതിൽ നിന്നായിരുന്നു, 3ൽ നിന്നായിരുന്നു കുറയ്ക്കേണ്ടത്. അത് വലിയ നമ്പർ ആണല്ലോ, അപ്പൊ നമുക്ക് വലുതിൽ നിന്ന് ചെറുതാണ് കുറയ്ക്കുന്നത്. അപ്പൊ കുറയ്ക്കുക, പോസിറ്റീവ് സൈൻ തന്നെയായിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 2 - 3 എന്നാണെങ്കിലോ, ഇപ്പൊ നമുക്ക് ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കേണ്ടത്, അല്ലെ. 2 - 3 ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ സാധാരണ കുറയ്ക്കുന്ന പോലെ നിങ്ങൾ കുറയ്ക്കുക. അതായത് 3 - 2 വലുതിൽ നിന്ന് ചെറുത് തന്നെ കുറച്ചു. 3 - 2 ഈസ് 1 ആണ്. പക്ഷെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് സിമ്പലും കൂടെ കൊടുക്കണം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് 2 കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാൻ, if you want to subtract 2 integers, subtract them and give the sign. എങ്ങനെയാ സൈൻ കൊടുക്കേണ്ടത്, if the first term is bigger then we have give positive sign, and if the first term is the smallest than the second term, then you give the negative sign. ഇതാണ് നമുക്ക് സബ്ട്രാക്ഷൻ ഉള്ള റൂള്. അപ്പൊ സബ്ട്രാക്ഷൻ ഉള്ള റൂൾ എന്ന് പറഞ്ഞാൽ another subtraction, 5 - 7. 5 - 7 ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, 7ൽ നിന്ന് 5 കുറയ്ക്കുക. നമുക്ക് വലുതിൽ നിന്നാണ് ചെറുത് കുറയ്ക്കേണ്ടത് എപ്പോഴും. അപ്പം 7ൽ നിന്നും 5 നിങ്ങൾ കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും, 2 കിട്ടും, അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എഴുതിയിരിക്കുന്നത് തിരിച്ചല്ലേ, 5 - 7 എന്നാണ് എഴുതിയിരിക്കുന്നത്. ചെറുതാണ് ആദ്യം കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നെഗറ്റീവ് നമ്പറും കൂടെ കൊടുക്കുക. അപ്പൊ 7 - 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും,
2 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സബ്ട്രാക്ഷൻ വരിക. സോ നൗ കം ടു അടുത്തത് നമുക്ക് subtraction of positive negative integers കൂടെ വരുന്ന so now you need to subtract. Okay, now you need to subtract. Now we are going to subtract two numbers which is a positive and negative. So subtract -5 -3. നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് മൈനസ് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യാം, ബ്രാക്കറ്റിലാക്കും. -5 question is rewrite the question as -3. To put a bracket is for the simplicity of solving the problem in a correct way. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ബ്രാക്കറ്റ് ഇടാൻ പറയുന്നത്, നിർബന്ധമുള്ള കാര്യത്തിനല്ല. പക്ഷെ ഇങ്ങനെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ ആൻസർ തെറ്റാതിരിക്കും. അപ്പം ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്പർ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ എഴുതുക. -5 അങ്ങനെ തന്നെ എഴുതുക. പിന്നെ സബ്ട്രാക്ഷൻ എന്നുള്ളത് അഡീഷൻ ആക്കുക. സെക്കൻഡ് നമ്പറിന്റെ സിമ്പിൾ മാറ്റുക. സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ -3 ആണ് നിങ്ങൾക്ക് കിടക്കുന്നത്, അത് നിങ്ങൾക്ക് എന്താകും, പോസിറ്റീവ് +3 ആകും. ഇപ്പൊ നോക്കിക്കേ, now we have the problem as -5 +3 എന്നായി. ഇനി അഡീഷന്റെ റൂൾ അനുസരിച്ച് ചെയ്യുക. രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ നമ്മൾ ആഡ് ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സിമ്പൽ കൊടുക്കുക. ഇതിന്റെ ഡിഫറൻസ് 5 - 3 is 2 and the symbol is minus. So answer is -2. Now come to another problem. We have another problem. -7 -2. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, -7 -2. ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, ഫസ്റ്റ് അതുപോലെ തന്നെ എഴുതുക. ഫസ്റ്റ് നമ്പർ എന്താണോ അതാത് സിമ്പലിൽ തന്നെ എഴുതുക. സബ്ട്രാക്ഷൻ എന്നുള്ളത് അഡീഷൻ ആക്കുക. എന്നിട്ട് എവിടെയാ ചേഞ്ച് വരുത്തേണ്ടത്, സെക്കൻഡ് നമ്പറിൽ. -2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, നിങ്ങൾക്ക് +2 ആയിട്ട് മാറും. ഓക്കെ, ഈക്വൽസ്. ഇനിയിപ്പോ നോക്കിക്കുക, അഡീഷന്റെ റൂള് നോക്കിയാൽ മതി. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു. ഇത് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഡിഫറൻസ് കാണുക. 7 - 2 എന്താണ്, സിമ്പിൾ ഒന്നും നോക്കണ്ട. ആഡ് ചെയ്യുമ്പോൾ 7 - 2 എന്താണ്, പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും ആഡ് ചെയ്യാൻ പറയുമ്പോൾ അവയുടെ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. ഇതാണ് റൂള്. അപ്പം 7 - 2 is 5. വലുത് ഏതാണ്, ഇവിടെ 7. അതിന്റെ സിമ്പിൾ എന്താണ്, നെഗറ്റീവ്. സോ ആൻസർ ഈസ് -5. Now come to next problem. ഒരു പ്രോബ്ലം എങ്ങനെയാ, -3 -2. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാ നമുക്ക് തന്നിരിക്കുന്നത്, ഇവിടെ -3 ആണ്, പിന്നെ സബ്ട്രാക്ഷന്റെ മൈനസ് ആണ്. 2 എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫസ്റ്റ് സിമ്പിള് ഫസ്റ്റ് ഇൻറ്റീജർ അതുപോലെ തന്നെ എഴുതുക, ദാറ്റ് ഈസ് -3. എന്നിട്ട് അടുത്തത് മൈനസ് എന്നുള്ളത് അഡീഷൻ ആക്കുക. പിന്നെ രണ്ടാമത്തെ ചിഹ്നം എന്ത് ചെയ്യുക, മാറ്റി കൊടുക്കുക. 2 ആണ്, അപ്പൊ ഇവിടെ -2 ആയിട്ട് മാറും. ഈക്വൽ. ഇപ്പൊ നോക്കിക്കേ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് ദം ആൻഡ് ഗിവ് നെഗറ്റീവ് സൈൻ. So 3 + 2 5 ആണ്. So you will get 5 and give the negative symbol. Now come to another problem. നമ്മൾ എല്ലാ തരത്തിലുള്ള ചെയ്തു തോന്നുന്നു. Now come to -5 -4. Okay. 4. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എന്താ ചെയ്യേണ്ടത്, -5 അങ്ങനെ തന്നെ എഴുതി. നടുക്കുള്ള സബ്ട്രാക്ഷൻ എന്നുള്ളത് പ്ലസ് ആയി. ഇവിടെ +4 ആണ് നിങ്ങൾക്ക്, അല്ലെ? ഇത് സബ്ട്രാക്ഷന്റെ 4 ആണ്, ഇത് +4. +4 എന്നുള്ളത് നിങ്ങൾക്ക് എന്താകും, -4 ആകും. ഇപ്പൊ നോക്കിക്കുക, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനാണ് പറയുന്നത്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 + 5 എന്ന് പറയുമ്പോൾ 9 കിട്ടും. എന്നിട്ട് നെഗറ്റീവ് സിമ്പിൾ കൊടുക്കുക. കം ടു അനദർ പ്രോബ്ലം. 12 -6. ഇതിനെന്ത് ആഡ് ചെയ്യണ്ടേ, ഇത് സബ്ട്രാക്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈക്വൽ ടു 12 -6. അതാണ് നിങ്ങൾക്ക് തെറ്റാതെ ചെയ്യാൻ വേണ്ടി കേട്ടോ, -6. സോ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യാൻ ഫസ്റ്റ് നമ്പർ അങ്ങനെ തന്നെ എഴുതുക, 12. സബ്ട്രാക്ഷൻ്റെത് എന്ത് ചെയ്യുക, അഡീഷൻ ആക്കുക. പിന്നെ ഇവിടെ -6 ആയതുകൊണ്ട് നമുക്ക് എന്താക്കാം, +6 ആക്കാം.
മൈനസ് എന്നുള്ളത് പ്ലസ് ആവും, പ്ലസ് എന്നുള്ളത് മൈനസ് ആവും, രണ്ടാമത്തെ നമ്പർ. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 12 പ്ലസ് 6 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ രണ്ടെണ്ണം ആഡ് ചെയ്താൽ മതി. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ എന്തേ പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ? 12 ആവും 18. ആൻസർ ഈസ് 80. ഇതാണ് നമ്മുടെ സബ്ട്രാക്ഷന്റെ റൂൾ. സോ ഐ വിൽ ഗിവ് സം അതർ പ്രോബ്ലം ഫോർ യുവർ homework. Just try to do that homework. So let's conclude today's